പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ ബി ജെ പിയിൽ നിന്നൊരാളെ കോൺഗ്രസിലേക്ക് കിട്ടിയപ്പോൾ കോൺഗ്രസിന് വലിയ സന്തോഷമായിരുന്നു. കാരണം തെരഞ്ഞെടുപ്പ് കാലമല്ലേ. അതുമാത്രമല്ല, കെ പി സി സിയുടെ ഐ ടി സെൽ കൺവീനർ പാർട്ടി വിട്ടാണ് നേരെ എതിർപ്പാളയത്തിൽ LDF-ന്റെ സ്ഥാനാർത്ഥിയാവുന്നത്. കോൺഗ്രസിനാണെങ്കിൽ ബി ജെ പിയിൽ നിന്ന് തൽക്കാലം ഒരാളെ കിട്ടിയതിന്റെ സന്തോഷം. ദേശീയ തലത്തിലാണെങ്കിൽ കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ ഒന്നൊന്നായി ബി ജെ പിയിൽ ചേരുകയാണ്. അതാണ് പത്രങ്ങളിൽ മൊത്തം വരുന്ന വാർത്ത. കോൺഗ്രസ് ഒരു തകരുന്ന കപ്പലാണ്, മുങ്ങുന്ന കപ്പലാണ്, അതിൽ നിന്ന് ആളുകളൊക്കെ ചാടി ചാടി രക്ഷപ്പെട്ടു പോവുകയാണ്, അവരെല്ലാം ബി ജെ പിയിലേക്കാണ് ചേരുന്നത് എന്നാണ് മൊത്തത്തിൽ കണ്ടുകൊണ്ടിരുന്നത്. അശോക് തൻവർ പോകുന്നു, മഹാരാഷ്ട്രയിൽ അശോക് ചവാൻ പോകുന്നു, ഗുലാം നബി ആസാദ് ബി ജെ പിയിൽ ചേർന്നില്ലെങ്കിലും വേറെ പാർട്ടി ഉണ്ടാക്കുന്നു, രാഹുൽ ഗാന്ധിയുടെ ഉറ്റ സുഹൃത്തായ മാധവറാവ് സിന്ധ്യയുടെ മകനായ ജ്യോതിരാദിത്യ സിന്ധ്യ ബി ജെ പിയിൽ ചേരുന്നു. അങ്ങനെ മുഖ്യമന്ത്രിമാർ, കേന്ദ്രമന്ത്രിമാരായിരുന്ന ആളുകൾ, പ്രമുഖ നേതാക്കന്മാരൊക്കെ തന്നെ ബി ജെ പിയിലേക്ക് പോകുന്നു. ആ സമയത്താണ് അത്ര വലിയ നേതാവൊന്നും അല്ലെങ്കിലും കേരളത്തിൽ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു സന്ദീപ് വാര്യരെ കോൺഗ്രസിന് കിട്ടുന്നത്. അവരെന്ത് ചെയ്തു? തെരഞ്ഞെടുപ്പ് കാലമല്ലേ, അവരത് നന്നായി ഉപയോഗിച്ചു. തുറന്ന ജീപ്പിൽ റോഡ് ഷോയിൽ സ്ഥാനാർത്ഥിയുടെ കൂടെ സന്ദീപ് വാര്യരെ കൊണ്ടുപോയി. അത് കഴിഞ്ഞ് പാണക്കാട് തങ്ങളെടുത്ത് കൊണ്ടുപോയി. അങ്ങനെ വലിയൊരു കോലാഹലമൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന സമയമായിരുന്നത്. സന്ദീപ് വാര്യരാണെങ്കിൽ ബി ജെ പിയിൽ ഏതായാലും സീറ്റൊന്നും കിട്ടിയില്ല. സന്ദീപ് വാര്യർ CPM-ൽ ചേരാനാണ് പ്ലാൻ ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് AK ബാലൻ സന്ദീപ് വാര്യരെ കുറിച്ച് ക്രിസ്റ്റൽ ക്ലിയർ ആണെന്ന് സർട്ടിഫിക്കറ്റ് കൊടുത്തത്. അത് കഴിഞ്ഞ് സന്ദീപ് വാര്യർ പിന്നെ CPI-യിൽ പോകാനാണ് ശ്രമിച്ചത്. കാരണം എന്തോ CPM-ൽ എന്തോ തടസ്സം നേരിട്ട് കാണും. ഏറ്റവും ഒടുവിൽ സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ചേരുന്നു. വലിയ ആരവത്തോടുകൂടി കോൺഗ്രസ്സുകാർ അദ്ദേഹത്തെ കൊണ്ടു നടക്കുകയാണ്. ഇലക്ഷൻ കാലമായതുകൊണ്ട് അവർ നന്നായി അത് ആസ്വദിച്ചു. ഇലക്ഷന് ശേഷവും സന്ദീപ് വാര്യരെ പല സ്ഥലങ്ങളിലും ആനയിച്ച് എഴുന്നള്ളിച്ചു. പക്ഷെ ഇപ്പോൾ ഒരു പ്രശ്നം വന്നിരിക്കുകയാണ്. സന്ദീപ് വാര്യർക്ക് ഒരു പോസ്റ്റ് കൊടുക്കേണ്ടേ? AICC-യിലെ ചില നേതാക്കളുടെയൊക്കെ അനുഗ്രഹാശിസ്സുകളോടുകൂടി അല്ലെങ്കിൽ കർണാടകത്തിലെ നേതാക്കളെ കണ്ടിട്ടാണ് സന്ദീപ് വാര്യർ വന്നത് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ സന്ദീപ് വാര്യർക്ക് എന്ത് പോസ്റ്റ് കൊടുക്കും? അദ്ദേഹമാണെങ്കിൽ കേരളത്തിലെ 200ഓളം വരുന്ന BJP-യുടെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളിൽ ഒരാൾ മാത്രമാണ്. അപ്പൊ സന്ദീപ് വാര്യർക്ക് വെറും KPCC സെക്രട്ടറി ആക്കിയാൽ മതിയോ? അല്ല, സന്ദീപ് വാര്യരെ KPCC-യുടെ ജനറൽ സെക്രട്ടറി ആക്കണ്ടേ? അങ്ങനെയുള്ള ചർച്ചകളൊക്കെയാണ് വന്നത്. കാരണം ഒരു സന്ദീപ് വാര്യർക്ക് കാര്യമായ സീറ്റ് കൊടുത്താലേ നാളെ കോൺഗ്രസിൽ നിന്ന് BJP-യിൽ നിന്ന് കൂടുതൽ പേർ കോൺഗ്രസിലേക്ക് വരൂ എന്നുള്ളതാണ് കോൺഗ്രസ്സുകാർ ആലോചിച്ചത്. ഇപ്പൊ രാജ്യം മുഴുവൻ കോൺഗ്രസ് ആളുകൾ BJP-യിലേക്ക് പോവുകയാണെങ്കിലും കേരളത്തിൽ BJP-യിൽ നിന്ന് ആളുകൾ കോൺഗ്രസിലേക്ക് വരണം. അപ്പൊ അതുകൊണ്ട് വന്ന ആളുകൾക്ക് കുറച്ച് സീറ്റ് കൊടുക്കണം എന്നുള്ളതായിരുന്നു ചിലരുടെ താല്പര്യം. പക്ഷെ കോൺഗ്രസിനാണെങ്കിൽ നേതാക്കളുടെ ഇടിയാണ്. KPCC-യിൽ തന്നെ 100 വൈസ് പ്രസിഡന്റ്, 150 സെക്രട്ടറിമാർ, 100 ജനറൽ സെക്രട്ടറിമാർ, ഇവരൊക്കെ ഈ സീറ്റുകളൊക്കെ വർദ്ധിപ്പിച്ചത് ഇതിലേക്കുള്ള സ്ഥാനമോഹികളുടെ എണ്ണം കൂടിയത് കൊണ്ടാണ്. അപ്പം വീണ്ടും ഒരാൾ പുറത്തുനിന്ന് വരുന്നത്, കാരണം ഇവിടുത്തെ പല KPCC സെക്രട്ടറിമാരും ജനറൽ സെക്രട്ടറിമാരും വൈസ് പ്രസിഡന്റുമാരും ഒക്കെ വർഷങ്ങളായിട്ട് ഇതിനകത്തിരിക്കുന്ന ആളുകളാണ്. ചിലർക്ക് MLA-മാരാവണം, അടുത്ത തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടണം, ചിലർക്ക് പാർട്ടി സ്ഥാനം വേണം. അങ്ങനെ നേതാക്കന്മാരുടെ ഇടിയൊഴിയാത്ത കോൺഗ്രസിലേക്ക് പുതിയൊരാൾ കൂടി കടന്നു വരികയാണ്. സന്ദീപ് വാര്യനെ അയാൾക്കൊരു മെച്ചമുണ്ട്. കാരണം അയാൾക്ക് കൂടെയുള്ള ആളുകൾക്ക് സീറ്റ് വാങ്ങി കൊടുക്കേണ്ട കാര്യമില്ല. കാരണം അദ്ദേഹത്തിന്റെ കൂടെ ആരും വന്നില്ല. BJP നേതാക്കൾ പറഞ്ഞത് അയാളുടെ കാർ ഡ്രൈവർ പോലും പോയില്ലെന്നാ പറഞ്ഞത്. ഏതായാലും കോൺഗ്രസിൽ ഇപ്പോ സന്ദീപ് വാര്യർ വന്നതുകൊണ്ടുള്ളൊരു പ്രശ്നം ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. കാരണം സന്ദീപ് വാര്യർ KPCC ജനറൽ സെക്രട്ടറിക്കല്ല, കാര്യം 100 ജനറൽ സെക്രട്ടറിമാരുണ്ടെങ്കിലും KPCC ജനറൽ സെക്രട്ടറി ആക്കിയാൽ തങ്ങൾ ഇതിനെ എതിർക്കുമെന്നാണ് ചില പ്രമുഖ നേതാക്കൾ, AICC അംഗങ്ങളൊക്കെ ആയിരുന്ന ചില പ്രമുഖ നേതാക്കൾ പറയുന്നത്. ഇനി ഇയാൾ ഏത് ഗ്രൂപ്പിൽ ചേരും എന്നുള്ളൊരു അടുത്ത പ്രശ്നമാണ്. കാരണം കോൺഗ്രസിൽ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. K മുരളീധരന്റെ ഗ്രൂപ്പുണ്ട്, ഉമ്മൻചാണ്ടി മരിച്ചുപോയ സമയത്ത് ആ ഗ്രൂപ്പുണ്ട്, A ഗ്രൂപ്പ് ഉണ്ട്, I ഗ്രൂപ്പ് ഉണ്ട്, നേരത്തെ K സുധാകരൻ ഇരുന്നൊരു 3-ാം ഗ്രൂപ്പ് ഉണ്ട്, അതേപോലെ തന്നെ KC വേണുഗോപാലിന്റെ ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ ഈ സന്ദീപ് വാര്യർ ഏത് ഗ്രൂപ്പിലേക്കാണ് പോവുക? BJP-യിൽ രക്ഷ കിട്ടാതെ അല്ലെങ്കിൽ BJP-യിൽ തനിക്ക് വേണ്ടത്ര പരിഗണന കിട്ടാത്തത് കൊണ്ടാണ് സന്ദീപ് വാര്യർ കോൺഗ്രസിൽ പോയതെങ്കിൽ ഇനി കോൺഗ്രസിൽ എന്ത് പരിഗണനയാണ് കിട്ടുക? കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്കിനിടയിൽ സന്ദീപ് വാര്യർ ഏത് ഗ്രൂപ്പിൽ ചേരും, എന്ത് സീറ്റ് കൊടുക്കും അല്ലെങ്കിൽ എന്ത് പോസ്റ്റ് കൊടുക്കും എന്നുള്ളതിനെ കുറിച്ച് കോൺഗ്രസിൽ ഇപ്പോൾ അടി നടക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ വിവരം.